എന്നെ സംബന്ധിച്ച് ഈ വികസനവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലെ കൃതിക അവസാന രീതികൾ ഞാൻ ഈ മീറ്റിംഗിൽ ഉണ്ടാവില്ല. ഈ നാട്ടുകാർ എന്നിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പറയുകയല്ലാതെ എനിക്ക് വേറെ മാറില്ല. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ നഗരവികസനവുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗവും തീരുമാനമാകാതെ പിരിഞ്ഞു. സ്ഥലം വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാട് യോഗത്തിലും ആവർത്തിച്ച് കെട്ടിട ഉടമ. അതേസമയം ജനകീയ പങ്കാളിത്തത്തോടെ നഗരവികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് PV അൻവർ MLA പ്രതികരിച്ചു. നിലമ്പൂർ നഗരവികസനവുമായി ബന്ധപ്പെട്ട് 2 കെട്ടിട ഉടമകൾ കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു. ഈ ഭാഗത്ത് സ്ഥലം ലഭ്യമാകാത്തതിനാൽ നഗരവികസന പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ വൈകുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയ കെട്ടിട ഉടമയെ ഉൾപ്പെടുത്തി യോഗം ചേർന്നത്. നാടിന്റെ വികസനത്തിന് സഹകരിക്കണമെന്നും നിലമ്പൂർ ടൗണിന്റെ വികസനം വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആഗ്രഹമാണെന്നും MLA പറഞ്ഞു. സർക്കാരിൽ കാര്യങ്ങൾ ധരിപ്പിച്ചാണ് ഫണ്ട് ലഭ്യമാക്കിയത്. അതിനുശേഷമാണ് എല്ലാവരുമായി ചർച്ച നടത്തി നഗരവികസനം ആരംഭിച്ചത്. പള്ളി കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും തുടങ്ങി കുറഞ്ഞ സ്ഥലമുള്ള കെട്ടിട ഉടമകൾ വരെ സഹകരിച്ചാണ് പ്രവൃത്തി മുന്നോട്ടു പോകുന്നത്. അതിനാൽ നഗരവികസനത്തോട് സഹകരിക്കണമെന്നും ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും കെട്ടിട ഉടമയോട് MLA ആവശ്യപ്പെട്ടു. അത് വിട്ടുതരില്ല എന്ന് പറഞ്ഞത് എന്തായാലും ശരിയായില്ല. ഞാൻ ഇന്നത്തെ മനമാറ്റം വേണ്ട ഈ ഇരിക്കുന്ന ആളുകളൊക്കെ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ 2 പ്രാവശ്യമാണ് കടയിൽ വന്ന് സംസാരിക്കാം. പിന്നെ ഞാൻ നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു. ഇത് നിങ്ങൾ വന്നോളി, പൈസ കൊടുത്തോളി, റോഡ് നന്നാക്കാം എന്ന് പറഞ്ഞ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഇതിൽ പങ്കാളികളായവരാണ്. അപ്പോ അതിനൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ള ധാരണ ഇതുവരെയുണ്ട്. മിനിഞ്ഞാന്ന് നടന്ന മീറ്റിംഗിലും ധാരണ ആയില്ല. അതുകൊണ്ട് MLA വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇതിനെന്താ ഇനി വരാൻ പോകുന്ന കാര്യം? 117 ക്ലബിന്റെ കത്ത് MLA ഓഫീസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടു. ഇവരൊക്കെ അനിശ്ചിതകാല സമരം നടത്താൻ തയ്യാറാണ്. ഞങ്ങൾ ഓരോ ദിവസം ഇരുത്താം, കൊല്ലക്കണക്കിനാണ് ഞങ്ങൾ ഇരുത്തും എന്ന് പറഞ്ഞാൽ ഞാനൊന്നും ഇതുവരെ പുറത്തു വന്നത്. അവിടെ ഓഫീസിൽ വരുന്നവരോട് ഞാൻ പറഞ്ഞ് സജീവിന്റെ അടുത്ത് പറഞ്ഞ ആരെയും ഇവിടുന്ന് നോക്കിക്കൊണ്ടത് സമാധാനಕ್ಕೆ പ്രത്യേകിച്ച് പരിഹാരം ഉണ്ടാവും നടന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇവിടുത്തെ ഒരു തീരുമാനം നല്ല രീതിയിൽ തീരുമാനം ഉണ്ടാവും. അല്ലെങ്കിൽ നാളെ മുതൽ അവിടെ സമരം. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് അതിന് മുമ്പിൽ വരാതിരിക്കാൻ കഴിയും. എന്റെ കയ്യിൽ നിന്ന് ഈ മീറ്റിംഗോട് കൂടി കഴിയും. എന്നാൽ ഒരു കാരണവശാലും ഭൂമി വിട്ടു നൽകാൻ കഴിയില്ലെന്ന് കെട്ടിട ഉടമയും വ്യക്തമാക്കി. കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന വസ്ത്രസ്ഥാപനം തങ്ങളുടെ ഉപജീവനമാർഗമാണെന്നും കെട്ടിട ഉടമ അറിയിച്ചു. ഇത് പുതിയ നിലപാടല്ലെന്നും ആദ്യം തന്നെ വ്യക്തമാക്കിയതാണെന്നും അവർ പറഞ്ഞു. ഇതോടെ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. നഗരവികസനം യാഥാർത്ഥ്യമാക്കുന്ന കാര്യം ജനങ്ങൾക്ക് വിടുകയാണെന്നും PV അൻവർ MLA പറഞ്ഞു. നഗരസഭ ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. നഗരവികസനത്തിന് എതിരെ നിൽക്കുന്ന സ്ഥാപനത്തിനെതിരെ ജനകീയ സമരങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും യോഗത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനമുണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് MLA അധ്യക്ഷതയിൽ വീണ്ടും യോഗം നടത്തിയത്. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്കറിയാഗ്ന തോപ്പിൽ, PM ബഷീർ, വിനോദ് P മേനോൻ, U നരേന്ദ്രൻ, ഷെഫീഖ് നിലമ്പൂർ, MA വിറ്റാജ്, T ഹരിദാസൻ, പരുന്തൻ നൌഷാദ്, അബ്ദുറഹിമാൻ, ജോർജ് തോമസ്, പൂളക്കൽ അബ്ദുട്ടി, EK ഷൌക്കത്ത് അലി, സുരേഷ് മോഹൻ, ലാൽ ജോസ് എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.